നിങ്ങൾ ശ്രീ ഒ അബ്ദുള്ള, അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനാണെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എഴുതിയേക്കുന്നത്. താലിബാൻ, അതായത് കേരളത്തിലെ താലിബാൻ രീതിയിലുള്ള അതിൻ്റെ ഐഡിയലോഗ്, മതഭീകര പ്രവർത്തനം, അതിൻ്റെ എല്ലാമായ ഐക്കോണിക് ഫേസ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ പത്രപ്രവർത്തകൻ. ആലോചിച്ച് നോക്ക്, ഇയാളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കുന്നത് ഹൊറിബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഹൊറിബിൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അയാൾ പറയുന്നത് മലയാളത്തിലെ നടനായ മോഹൻലാൽ, മമ്മൂട്ടിക്ക് അസുഖം വന്നു, അത് ഹീല് ചെയ്യാൻ വേണ്ടി ഗുരുവായൂരപ്പനോടും അതേപോലെ തന്നെ ശബരിമലയിലും വഴിപാട് നടത്തി. ഇത് ഇസ്ലാമിക രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇതാണ് കേരളത്തിലുള്ള പല ആൾക്കാരോടും ഞാനിത് പറയുകയാണ് പല ആവർത്തി. എന്താണ് ഈ മതഭീകരത, മത തീവ്രവാദം? അതിൻ്റെ തലമുതിർന്ന പ്രായമുള്ള ഈ ഒ അബ്ദുള്ള, അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ? മമ്മൂട്ടിയാണ് മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനൊരു സംഭവം പറയിപ്പിച്ച് വഴിപാട് നടത്തിയതെങ്കിൽ മമ്മൂട്ടി ക്ഷമ ചോദിക്കണം, തൗബ ചൊല്ലണം. അത് ഇസ്ലാമിക രീതിയല്ല. ഇത് തന്നെയല്ലേ ഞാൻ പറയുന്നത്, ഇവർ മറ്റുള്ളവരെ കാഫിറായിട്ടാ കരുതുന്നേ. ഇത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന, അതായത് ഇൻഡിപെൻഡൻ്റ് ചിന്തിക്കുന്ന മുസ്ലിം ബ്രദേഴ്സ് മനസ്സിലാക്കുക എന്താണ് ഇവർ പറയുന്നത്. ഇതിനെ പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണയ്ക്കുകയാണ് കേരളത്തിലെ റൈറ്റ് വിങ് പൊളിറ്റിക്സ്, അതായത് കോൺഗ്രസ് പാർട്ടി, അവരുടെ കൂടെയുള്ളവരും ഇപ്പുറത്തെ ഇടതുപക്ഷവും. അതിനെപ്പറ്റി പറയുമ്പോൾ എന്നെ നിങ്ങൾ ക്രിസംഗി എന്ന് വിളിക്കരുത്. ഞാൻ എന്താ പറഞ്ഞാൽ റിയാലിറ്റി അല്ലേ പറയുന്നത് ഗുരുവിനും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലയോ ഈ പ്രായമായ മനുഷ്യന് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്നയാൾ പറയുകയാണ്. ഒന്നാമത് സിനിമ എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക ലോകത്ത് അവർക്ക് വെറുക്കപ്പെട്ട സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാരെ ഞാൻ മത തീവ്രവാദികൾ എന്ന് പറയുന്നത്. ഹമാസിന്റെ സപ്പോർട്ടറാണ്, ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറച്ചും കൂടെ പിടികിട്ടി കാണും എന്താണ് ഈ ഒ അബ്ദുള്ള അവരുടെ കൂട്ടരും പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ മമ്മൂട്ടിയെ കൂടെ വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മമ്മൂട്ടി അവരുടെ ഒരു ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന്റെ ഐക്കോണിക് ആക്കാനാണ് ശ്രമിക്കുന്നത്. പ്രബുദ്ധ കേരളം. അപ്പൊ ഈ പരട്ടക്കഥവനെ അയാൾ നടത്തിയതാണ് ഏറ്റവും വലിയ ഹെയ്റ്റ് സ്പീച്ച്. പക്ഷെ ഞാൻ റിയാലിറ്റി മിനി താലിബാനാണ് ഈരാറ്റുപെട്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ ഏറ്റവും വലിയ വിദ്വേഷ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പരട്ടക്കെതിരെ ഇന്ന് വരെ കേസെടുത്തിട്ടുണ്ട്. എത്രയോ ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അയാളെ ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞു വിടുന്നു. അയാളിത് കൂടുതൽ പറയുമ്പോഴാണ് കേരളത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകുന്നത് ഈ പോക്ക് ശരിയല്ല. അയാൾക്കെതിരെ ഒന്നും വിടുന്നില്ല. അയാൾ വായി തോന്നുന്ന രീതിയിലാണ് പറയുന്നത്. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. പുള്ളി അങ്ങനൊരു സ്വഭാവക്കാരന്. മമ്മൂട്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മലയാള സിനിമയിലൊരു കഥാപാത്രം മോഹൻലാലാണ്. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹപ്രവർത്തകൻ. പുള്ളിക്ക് ഇങ്ങനെ ഉണ്ടായി. അയാൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുകയുള്ളൂ. സത്യം പറയാം, ഈ മമ്മൂട്ടിക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ഞാൻ ആരാധിക്കുന്നത് മലയാളത്തിലെ സിനിമാ നടനാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയാൻ, ഞാൻ മലയാള അങ്ങനെ സിനിമകൾ വളരെ കാലമായി കണ്ടിട്ട് അയാൾക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോഡ് പ്രോമിസ്, ഞാനും ഈ മമ്മൂട്ടിയെ ഈ സംഭവം ശരിയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഹീല് ചെയ്യണം എന്ന് ഈ മലയാളികളും ഇന്ത്യയിലുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? അതിനെയാണ് മത തീവ്രവാദിയായും തീവ്രവാദികളുടെ നേതാവുമായ ഒ അബ്ദുള്ള, അതായത് നമ്മളുടെയൊക്കെ അസ്തിത്വത്തെയാണ് അയാൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്.
ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കൃസംഗിയെന്നും സംഘിയെന്നും ചാണകമെന്നും അല്ല പറയേണ്ടത്. ഇതിനെ തുടച്ചു നീക്കണം. ഇതായിരിക്കണം നമ്മുടെ അജണ്ട. ഈ ഓബ്ദുള്ളത് ഒരു ശബ്ദമല്ല, ഇതേപോലെ പല ശബ്ദങ്ങളുണ്ട്. പലരും അയാളോട് പറഞ്ഞ ശേഷം മാത്രമാണ് അയാളങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. മമ്മൂട്ടി പരസ്യമായിട്ട് ക്ഷമ ചോദിക്കണം, തൗബ ചൊല്ലണം. ഇത് ഇസ്ലാമിക ലോകമല്ല. ഇവിടെ പറട്ട കിളവത് ഇന്ത്യയാണ്. തൻ്റെ താലിബാനല്ല, തൻ്റെ ഗാസയല്ല. ഇന്ത്യ മഹാരാജ്യത്തെ അന്യോന്യം സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതാണ് ഇന്ത്യക്കാരൻ. ഈ പരട്ട കിളവനെ ഈ മുസ്ലിങ്ങളല്ലാത്തവർ മുഴുവൻ കാഫിറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കേരളത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ബുദ്ധിജീവികളും മിണ്ടുകയില്ല. കാരണം അവനൊക്കെ ഇവന്റെ പേറോളിൽ കിടക്കുക. ഇതിനെപ്പറ്റി പത്രങ്ങൾ പോലും നിങ്ങൾ ഈ പറയുന്നൊന്നും ഉണ്ടാ. പക്ഷെ ഇത് ഈ വീഡിയോ കണ്ട ശേഷം പത്രങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പോക്ക് ശരിയല്ല. ഇതിവിടെയാണ് ഇവർ ഈ പറയുന്ന മത തീവ്രവാദികളെ അലക്കണം, അവനെ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തണം. ഞാനിത് ഇത്രയും ഇതായിട്ട് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ എക്സാക്റ്റ് ആയിട്ട് പോലീസ് റിപ്പോർട്ട് എടുത്ത് മിനി താലിബാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസെടുത്തു കേരള പോലീസ്. ഇത്രയും പരസ്യമായിട്ട് മറ്റുള്ള മതത്തെയും അതിൻ്റെ ആചാരങ്ങളെയും കുറ്റപ്പെടുത്തുന്ന ഈ പരട്ടയ്ക്കെതിരെ ഇത്രയും നാൾ എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്നു. എന്ത് കേസാണ് എടുത്തത്? ഇത്രയും വലിയ വിദ്വേഷ പ്രസംഗം നടത്തുന്നു. ഇവിടെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞയാൾ പ്രീണനം നടത്തുന്നത്. കേരളത്തിന്റെ സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ്, ഇഡിയറ്റ്. ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ടോളറേറ്റ് ചെയ്ത് ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സമാധാനമായിട്ട് ജീവിക്കുന്നത്. അവരുടെ തോളെ കയറാൻ പോയി കഴിഞ്ഞാൽ അവർ വിടുത്തൊന്നുമില്ല. ആ രീതിയിലാക്കിയെടുത്തത് മത തീവ്രവാദം തന്നെയാണ്. ഇത് ഞാനിത് പറയുമ്പോൾ ഇന്റേണലി ഇൻ മൈ ഹാർട്ട് ഇറ്റ്സ് എ ഷോക്കിംഗ്. ഇവിടുത്തെ എത്ര മുസ്ലിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് മമ്മൂട്ടി എങ്ങാണ്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമാണെന്നാണ് ഈ കളവൻ്റെ ധാരണ. ഇവിടെയുള്ള മത തീവ്രവാദികളുടെ ധാരണ അതാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ വലിയ ഐക്കോണിക് സിനിമ നടനാണ്, അത്ര ടാലന്റഡ് നടനാണ്. ആ രീതിയിലാണ് കേരള സമൂഹം മമ്മൂട്ടിയെ കാണുന്നത്. അപ്പം ഇത് മുഴുവനും നിങ്ങൾ നോക്ക്, എത്ര ഹീനമായ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇതുമായിട്ട് നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ ഫർദർ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ഈ സ്റ്റേറ്റ് എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ കിളവനെതിരെ കേസെടുക്കണം, അതിശക്തമായ കേസെടുക്കണം. ഈ കിളവൻ പുറത്ത് വരുന്നവനെ പുറത്ത് വിടുകയും ചെയ്യും, ചാവുതനം വരെ. കാരണം അത്ര ക്രൂരമായ സ്റ്റേറ്റ്മെന്റ് ആണ് തീരുന്നത്. മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും ഒന്നടങ്കം എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു, എത്രയോ പേര് വഴിപാട് നടത്തുന്നു. മമ്മൂട്ടി ഹീൽ ചെയ്യണം, തിരിച്ചു വരണം, സിനിമയിൽ ആക്റ്റീവ് ആകണം. ഇത് മലയാളികളുടെ അഹങ്കാരമാണ് മമ്മൂട്ടി. ഇദ്ദേഹം ഒന്നടങ്കം ഇയാൾ അയാളുടെ മത തീവ്രവാദമായിട്ട് ക്ലബ് ചെയ്തു. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ അതിശക്തമായ രീതിയിൽ കേരളത്തിൻ്റെ പോക്ക് ഡേഞ്ചറസ് സോണിലാണ്. മനസ്സിലാക്കുക, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. വെരി വളരെ സീരിയസ് ആണ് ഇഷ്യൂ. നോക്കാം വരാനുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ, കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം.
അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അവർ സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.